ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ചിക്കൻ മന്തിയാണ് കേട്ടോ നമ്മളുടെ വീട്ടിലെ ലഞ്ച്. അപ്പോൾ ഇന്നത്തെ ചിക്കൻ മന്തി ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നിങ്ങളോട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ഇതുപോലെ 8 പീസായിട്ട് കട്ട് ചെയ്തിട്ട് വാങ്ങിച്ചു. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും, പിന്നെ ചിക്കൻ മസാലയാണ് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ മാഗി ക്യൂബ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മാഗി ക്യൂബ് നമ്മളൊരു 3-4 മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് പെരിഞ്ചീരകവും കുറച്ച് ഏലക്കായും കുറച്ച് കറുകപ്പട്ടയും പിന്നെ അതുപോലെ കുറച്ച് എന്താ പറയുക കറിയാമ്പൂ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇട്ടെടുത്തു. പിന്നെ കുറച്ച് കളറ് ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. റെഡ് കളർ എടുക്കാൻ ശ്രമിക്കുക, മന്തി ആകുമ്പോൾ എപ്പോഴും റെഡ് കളർ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മൾ 2 മണിക്കൂർ അതിൻ്റെ കളറൊക്കെ പിടിക്കാൻ വേണ്ടി വെച്ചതിന് ശേഷം നല്ല ഓയിൽ തിളച്ച് വരുമ്പോൾ, വെളിച്ചെണ്ണയല്ല കേട്ടോ, ഓയിലാണ് ഇതിന് യൂസ് ചെയ്യുക. അപ്പോൾ ഓയിൽ തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ ചിക്കൻ അതിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മൾ മാഗി ക്യൂബ് കറക്റ്റായിട്ട് പൊടിഞ്ഞിട്ടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിൽ നന്നായിട്ട് പൊടിച്ചിട്ട് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ല ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു 10 മിനിറ്റ്. അതിന് ശേഷം ഒരു 10-20 മിനിറ്റോളം നമ്മൾ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ചിക്കൻ പീസ് അതിൽ നിന്നൊക്കെ മാറ്റി അതിലത്തെ ഓയിലും കുറച്ച് മാറ്റി വെക്കുക. അതിന് ശേഷം ബാക്കിയുള്ള ചിക്കൻ പീസൊക്കെ വെച്ചിട്ട് നമ്മൾ വേവിച്ച് വെച്ച അരി അതിൻ്റെ മുകളിലിട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കളറും ബാക്കിയുള്ള ഓയിലും ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ വെക്കുക. എന്നിട്ട് നമ്മൾ പച്ചമുളക് നെടുക് കീറിയിട്ട് ഈ ചോറിൻ്റെ ഉള്ളിലോട്ട് അതിൻ്റെ സ്മെല്ല് ചെല്ലുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. പിന്നെ ഒരു പാത്രം സെൻറ്ററിൽ വെച്ചിട്ട് ഞാനിപ്പോൾ ചിരട്ടിയാണ് കത്തിച്ചിട്ട് ഇതിൽ വെച്ചേക്കണേ. നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ തീ കത്തിക്കുന്നവരാണെങ്കിൽ അത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ മന്തിയുടെ റെസിപ്പി. നമുക്ക് നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.